സോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാനിവിടെ റോഷൻ വേൾഡ് വാർ ഹൾക്ക് കോമിക് സീരീസ് എക്സ്പ്ലനേഷൻ ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ്. സോ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ ഓൾറെഡി ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. ഓടിപ്പോയി അതൊന്ന് കണ്ടേച്ച് വന്നതിന് ശേഷം ഇത് കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു എഫക്റ്റ് ഉണ്ടായിരിക്കും. സോ സമയം പോലെ അതൊന്ന് കണ്ടു കഴിഞ്ഞാൽ നന്നായിരിക്കും. ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ ഞാൻ പിന്നെ ഇത് വെച്ചിട്ടുണ്ടാവും. പിന്നെ അറിയാലോ കുറച്ച് വലിയൊരു കോമിക് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോസ് കുറച്ചധികം ചാപ്റ്റേഴ്സ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ നിങ്ങളുടെ സപ്പോർട്ട് ആദ്യം മുതൽ അവസാനം വരെ വേണം. സോ വീഡിയോ സീരീസ് ഇഷ്ടമാവുന്നുണ്ട്, അടുത്തടുത്ത പാർട്സിന് വേണ്ടി നിങ്ങൾ വെയിറ്റിംഗ് ആണ്. നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തൊക്കെ ഒന്ന് അറിയിച്ച് കഴിഞ്ഞാൽ അടുത്തടുത്ത വീഡിയോസ് പെട്ടെന്ന് ചെയ്യാനായിട്ട് എനിക്കും അതൊരു ഉത്സാഹമായിരിക്കും. ഒരു 100 ലൈക്ക് അത് കൂടുതലല്ലെന്ന് വിചാരിക്കുന്നു. അതാണ് ഇപ്പോൾ ഒരു ടാർഗറ്റ് ആയിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ പറഞ്ഞ് നേരം കളയുന്നില്ല, നേരെ കാര്യത്തിലോട്ട് കിടക്കാം. ലെറ്റ്സ് ടോക്ക് അബൌട്ട് വേൾഡ് വാർ ഹൾക്ക്. ഭൂമിയിൽ നിന്ന് സക്കാറിലോട്ട് നാട് കടത്തപ്പെട്ടതിന് ശേഷവും ഹൾക്ക് ചുമ്മാതിരിക്കുന്നില്ല. സക്കാറിന്റെ തന്നെ അധിപനായിട്ടുള്ള റെഡ് കിങ്ങിനെ തന്നെ കയറിയടിച്ച് ഇപ്പോൾ മാന്ന് പറഞ്ഞിട്ടുള്ള സക്കാറിലെ ഒരു നരകതുല്യമായ സ്ഥലത്തോട്ട് ഹൾക്കിനെ കൊണ്ടാക്കിയിരിക്കുകയാണ്. എന്നാൽ സാധാരണ മനുഷ്യർക്ക് മാത്രമാണ് ഈ മാന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം ഒരു നരകമായിട്ട് തോന്നുന്നത്. ഹൾക്കിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സ്വർഗ്ഗമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വലിയ ഗ്ലാഡിയേറ്റർ ഫൈറ്റുകളിലേക്ക് ആൾക്കാരെ തിരഞ്ഞെടുക്കുന്ന ഒരു സ്ഥലമാണ് ഈ മാന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം. സോ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഫൈറ്റ് കൊല്ലുക ചാവാന്ന് പറഞ്ഞിട്ടുള്ള 2 ഓപ്ഷൻ മാത്രമേ അവിടെ ഉള്ളവർക്ക് വിധിച്ചിട്ടുള്ളൂ. എന്നാൽ ഹൾക്കിനെ സംബന്ധിച്ചിടത്തോളം ഫൈറ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് പുള്ളിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. സോ അതുകൊണ്ട് തന്നെ ആ മാന്നോട്ടുള്ള സ്ഥലത്ത് ഹൾക്ക് അങ്ങ് പൂണ്ട് വിളയാടുകയാണെന്ന് തന്നെ പറയേണ്ടി വരും. അവിടെ ഹൾക്കിന്റെ മുന്നിൽ വരുന്ന ഓരോ ചലഞ്ചസിനെയും നിഷ്പ്രയാസം ഇല്ലാണ്ടാക്കിക്കൊണ്ട് ഹൾക്ക് ഇങ്ങനെ മുന്നോട്ട് പൊക്കൊണ്ടേയിരിക്കുന്നു. സോ പതിയെ ജനങ്ങളുടെ ഇടയിലും ഹൾക്കിന്റെ പേര് പതിയെ അങ്ങ് പൊങ്ങി തുടങ്ങി. ആൻഡ് അറ്റ് ലാസ്റ്റ് അവിടെ ഹൾക്ക് അടങ്ങുന്ന ഒരു ടീം തന്നെ ഉണ്ടാവുകയാണ്. ഹൾക്ക് അടക്കം ആ ഒരു ടീമിൽ 7 പേരാണുള്ളത്. ഹൾക്കിന്റെ പിന്നാലെ കൂടി എല്ലാ ഫൈറ്റും നൈസായിട്ട് ഒളിച്ചും പാത്തും സർവൈവ് ചെയ്ത് മീക്ക് ഇപ്പോൾ ഹൾക്കിന്റെ കൂടെയുണ്ട്. പിന്നെ കോർഗ് ഹൾക്കിന്റെ കൂടെയുണ്ട്. പിന്നെ ബ്രൂഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രത്യേകതരം ജീവിയുണ്ട്. പിന്നെ ആ സക്കാറിലെ തന്നെ 2 ആൾക്കാരായിട്ടുള്ള യെല്ലോ എന്ന് വിളിക്കുന്ന 2 പേരുണ്ട്. പിന്നെ അൺബൗണ്ട് ഷാഡോ മെമ്പേഴ്സ് ആയിട്ടുള്ള ഒരാളുണ്ട്. അങ്ങനെ ഒരു 7 പേരടങ്ങുന്ന ടീമായിട്ട് ഇപ്പോൾ ഹൾക്ക് അവിടെ മാറിയിരിക്കുകയാണ്. സോ ലിറ്ററലി ഒരു അൺബീറ്റബിൾ ടീമായിട്ട് ടീം മാറിയിരിക്കുകയാണ്. ഹൾക്ക് ഉള്ളതുകൊണ്ട് തന്നെ ഇവരൊന്നും തൊടാൻ പോലും വേറെ ആർക്കും പറ്റുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇവരെ വെച്ച് ഒരുപാട് പരിപാടികളുണ്ടെന്ന് അവിടെയുള്ള സോൾജേഴ്സും പ്ലാൻ ചെയ്യുകയാണ്. അങ്ങനെ ഒരു ദിവസം സോൾജേഴ്സ് ഹൾക്കിൻ്റെ ടീമിൻ്റെ അടുത്ത് വന്നിട്ട് പറയുവാണ്, നിങ്ങൾക്ക് നാളെ ഒരു മിഷനുണ്ട്. ഞങ്ങളുടെ കൂടെ നാളെ നിങ്ങൾ സക്കാറിൻ്റെ വടക്കു ഭാഗത്തേക്കൊന്ന് വരണം. അവിടെയുള്ള കർഷകരെ കൊന്നുകൊണ്ട് ഞങ്ങൾക്ക് സ്ഥിരം തലവേദന തരുന്നൊരു വൈൽഡ് ബോട്ട് അവിടെ ചുറ്റി നടക്കുന്നുണ്ട്. അവനെ നിങ്ങൾ പിടിച്ചു തരണം. അപ്പോൾ ഒരു അടിക്കുള്ള കോളാണല്ലോ മുമ്പിൽ വന്ന് തട്ടി വിളിക്കുന്നത്. സോ ഹൾക്ക് അവിടെ ഡബിൾ ഹാപ്പി. പിന്നെ ബാക്കിയുള്ള ടീം മെമ്പേഴ്സ് ആലോചിക്കുമ്പോൾ ഈ സോൾജേഴ്സിനെ ഹെൽപ്പ് ചെയ്താൽ അവർക്ക് അതൊരു നല്ലൊരു കാര്യമാണ്. അവരുടെ ആ ടീമിന് ഒരു പേരും പ്രശസ്തിയൊക്കെ കിട്ടുകയും ചെയ്യും. അങ്ങനെ എല്ലാവരും കൂടെ അന്ന് വൈകുന്നേരം വട്ടം കൂടിയിരുന്ന് നാളത്തെ ആ ഒരു ഫൈറ്റിനെ പറ്റി പ്ലാൻ ചെയ്യുകയാണ്. കോർഗിന് ഹൾക്കിൻ്റെ കാര്യത്തിൽ ചെറിയൊരു ടെൻഷൻ ഉണ്ട്. സോ ഹൾക്കിൻ്റെ അടുത്തോട്ട് ചേർന്നിരുന്നുകൊണ്ട് കോർഗ് ഹൾക്കിനോടായിട്ട് പറയുവാണ്, ഡേ നീ നല്ലൊരു ഫൈറ്ററൊക്കെ തന്നെ, പക്ഷെ നാളെ നമ്മൾ നേരിടാൻ പോകുന്ന ഒരു വൈൽഡ് ബോട്ട് അവരത്ര നിസാരക്കാരനല്ല. സോ ഒരു പ്ലാനും ഇല്ലാതെയുള്ള നിന്റെ ഈ ചന്നം പിന്നെ ഇടിയുണ്ടല്ലോ അതവിടെ വർക്കാവത്തില്ല. സോ നാളെ ഒരു പ്ലാൻ വേണം നമുക്ക്. നിന്റെ കയ്യിൽ വല്ലതും ഉണ്ടോ? അതിന് ഹൾക്ക് കോർഗിനെ നേരെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് പറയുവാണ്, കയറി അടിക്കുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ പ്ലാൻ. ഇതേ സമയം മറ്റൊരിടത്ത് ഈ സക്കാറിലെ തന്നെ ഒരു ഗുഹയ്ക്കുള്ളിൽ കുറച്ച് റിവോൾട്ടേഴ്സിനെ കാണിക്കുവാണ്. റിവോൾട്ടേഴ്സ് എന്ന് പറയുമ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു സക്കാറിൽ ഒരു പ്രൊഫസി നിലനിൽക്കുന്നുണ്ട്. അത് വേറൊന്നുമല്ല, ഈ ഒരു സക്കാറിനെ മൊത്തത്തിൽ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ ഈ ഒരു സക്കാറിലോട്ട് കടന്നു വരും. സക്കാറിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടുന്ന രീതിയിൽ ഒരാൾ സക്കാറിലോട്ട് വരും എന്നുള്ള രീതിക്ക് ഒരു പ്രവചനം മുമ്പേ വന്നിട്ടുണ്ട്. അങ്ങനെ റെഡ് കിങ്ങിന്റെ ഭരണത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടവരും റെഡ് കിങ്ങിനെ മാറ്റിക്കൊണ്ട് ആ സ്ഥലത്തോട്ട് പുതിയൊരു രാജാവ് കടന്നു വരുമെന്ന് വിശ്വസിക്കുന്നവരെല്ലാം കൂടെ ചേർന്നുണ്ടായിരിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ടീമാണ് ഈ ഒരു റിവോൾട്ടേഴ്സിന്റെ ഗ്രൂപ്പ്. സോ അവരുടെ കയ്യിലുള്ള ഒരു കണ്ണാടിയിൽ ഈ ഒരു സക്കാറിന്റെ രക്ഷകന്റെ മുഖം തെളിയുമെന്നുള്ളൊരു വിശ്വാസത്തിലാണ് അവർ ജീവിച്ചു പോകുന്നത്. ആൻഡ് ആ ഒരു കണ്ണാടിയിൽ ഇപ്പോൾ ഹൾക്കിന്റെ മുഖമാണ് തെളിഞ്ഞു കാണുന്നത്. ആൻഡ് അങ്ങനെ അവരിപ്പോൾ വിശ്വസിക്കുന്നത് ഹൾക്കാണ് അവരുടെ രക്ഷകനായിട്ട് സക്കാറിലോട്ട് വന്നിരിക്കുന്നതെന്നാണ്. അങ്ങനെ ഹൾക്കിന്റെ മുഖം തെളിഞ്ഞ ആ ഒരു കണ്ണാടിയും പൊക്കി പിടിച്ചുകൊണ്ട് ആ ഒരു റിവോൾട്ടേഴ്സിന്റെ ഒരു നേതാവ് തന്നെ ഉറക്കെ പറയുവാണ്, വന്നു നമ്മുടെ സക്കാറിന്റെ രക്ഷകന്റെ കാല് സക്കാറിന്റെ മണ്ണിൽ പതിച്ചു കഴിഞ്ഞു. ഇനി അവൻ നമ്മളെ ഭരിക്കും. അവനാണ് സക്കാറിന്റെ പുത്രൻ, സൺ ഓഫ് സക്കാർ. അങ്ങനെ ഇരിക്കെ ഹൾക്കിൻ്റെ ടീമിനെയും നേരെ അങ്ങ് വൈൽഡ് ബോട്ട്സ് വിഹരിക്കുന്ന ആ ഒരു സ്ഥലത്തോട്ട് കൊണ്ട് ആ ഒരു സോൾജേഴ്സ് ഇറക്കി കൊടുത്തേക്കുവാണ്. ഇവിടെ അങ്ങോട്ട് ഇനി നിങ്ങൾ നോക്കിക്കോണം. ആ ഒരു വൈൽഡ് ബോട്ട്സിനെ കൊന്നിട്ട് നിങ്ങളിവിടുന്ന് പുറത്ത് വന്നാൽ എന്നൊരു ആജ്ഞയും കൊടുത്തിട്ട് അവരവിടുന്ന് നൈസായിട്ട് സ്കൂട്ടായി. അധികം കാത്തു നിൽക്കേണ്ടിയൊന്നും വന്നില്ല. അവരെ നോക്കിക്കൊണ്ട് തന്നെ ഒരു വൈൽഡ് ബോട്ട് അങ്ങോട്ട് വരികയാണ്. ആൻഡ് ഇത് കണ്ടിട്ട് കോർഗ് നൈസായിട്ട് ഹൾക്കിനെ നോക്കി ഇവൻ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു മൈൻഡിലാണ് കോർഗ് ഹൾക്കിനെ നോക്കുന്നത്. കൂടുതൽ വർത്താനം പറയലൊന്നും ഉണ്ടായില്ല. തനിക്ക് അടിക്കാനുള്ളവൻ്റെ മോന്തായം കണ്ടപ്പോൾ തന്നെ ഒരൊറ്റ ചാട്ടത്തിന് ഹൾക്ക് ആ ഒരു ഫൈറ്റ് തുടങ്ങി വെച്ച്. ആൻഡ് അധികം സമയം പോലും എടുത്തില്ല. ഏതാനും
അങ്ങനെ സെക്കൻഡുകൾ കൊണ്ട് തന്നെ ഈ ഒരു സോൾജേഴ്സ് ഇജാതി ബിൽഡപ്പ് കയറ്റി ഇറക്കിയ ഈ ഒരു വൈൽഡ് ബോട്ടിന്റെ തല തന്നെ ഹൾക്ക് അങ്ങ് പിരിച്ചെടുത്തു. കൂടെ വന്ന കോർ കിടക്കുന്ന ഹൾക്കിന്റെ ടീം മെമ്പേഴ്സ് എല്ലാം കൂടെ ഞങ്ങളിപ്പോൾ ഇതിന് ഇങ്ങോട്ട് വന്ന് അപമാനിച്ചു കഴിഞ്ഞെങ്കിൽ ഞങ്ങൾ അങ്ങ് പൊക്കോട്ടെ എന്നുള്ള രീതിക്ക് ഒരു പണി എടുക്കാതെ വെറുതെ അങ്ങ് നിൽക്കുവാണ്. സോൾജേഴ്സും ആകെ അമ്പരന്ന് പോയി. ഇമാതിരി ഒരു ഫൈറ്റ് അവർ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇത്ര പെട്ടെന്ന് ഈ ഒരു പരിപാടി നടക്കുമെന്ന് അവർ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഫൈറ്റിംഗ് കഴിഞ്ഞ് പൊടിതട്ടി പുറത്തോട്ട് വന്ന ഹൾക്ക് സോൾജേഴ്സിനോടായിട്ട് പറയുവാണ്, ഇതിനെയാണോ നിങ്ങൾ ഇത്ര വലിയ ത്രട്ട് എന്ന് പറഞ്ഞ് എൻ്റെ മുമ്പിലോട്ട് കൊണ്ടുവന്നത്? ഇതിപ്പോൾ എനിക്കൊന്ന് വാമപ്പ് ചെയ്യാൻ പോലും തികഞ്ഞില്ലല്ലോ. ആ സോൾജേഴ്സിന് ഇത് കേട്ടിട്ട് മറുപടി ഒന്നും തന്നെ പറയാനുണ്ടായിരുന്നില്ല. ലിറ്ററലി എല്ലാവരും അണ്ണാക്കിൽ പിരിവെട്ടി അങ്ങ് നിന്നുപോയി. സോ സക്കാറിലെ സോൾജേഴ്സിനെ തന്നെ ഹെൽപ്പ് ചെയ്തതുകൊണ്ടും അവരുടെ വലിയൊരു തലവേദനയായിരുന്ന വൈൽഡ് ബോട്ടിനെ ഏതാനും നിമിഷങ്ങൾ കൊണ്ട് തീർത്ത് കളഞ്ഞതുകൊണ്ടും ഹൾക്കിന്റെ ആ പേര് പതിയെ വീണ്ടും നമ്മുടെ റെഡ് കിങ്ങിന്റെ അടുത്തോട്ട് എത്തുവാണ്. ഒരു പടയാളി ഓടിച്ചെന്ന് റെഡ് കിങ്ങിന്റെ അടുത്ത് നിന്നിട്ട് കാര്യം അവതരിപ്പിക്കുവാണ്. അങ്ങൊന്നേ വർഷങ്ങളായി നിലനിന്നിരുന്ന വടക്ക് ഭാഗത്തെ ആ വൈൽഡ് ബോട്ടിന്റെ പ്രശ്നമുണ്ടല്ലോ, മായിൽ നിന്നുള്ള ഒരു പടയാളി അവനെ ഒറ്റയടിക്കങ്ങ് തീർത്തു. ഇത് കേട്ട് റെഡ് കിങ് ഒന്ന് സംശയത്തോടെ തിരിഞ്ഞു കൊണ്ട് ഒരു പടയാളിയുടെ നേർക്ക് ചോദിക്കുവാണ്, ഓ അങ്ങനെയാണോ? ആരാണത് ചെയ്തത്? എനിക്കറിയാവുന്ന ആരെങ്കിലും ആണോ? അതിന് ആ പടയാളിയെ ഒന്ന് ചെറുതായിട്ടൊന്ന് പേടിച്ചുകൊണ്ട് തന്നെ റെഡ് കിങ്ങിനോടായിട്ട് പറയുവാണ്, അങ്ങനെ അത് അങ്ങേക്കറിയാം. അന്ന് ആ ഒരു മത്സരത്തിനിടയ്ക്ക് അങ്ങയുടെ നേരെ തന്നെ കൈയുയർത്തിയ ആ ഒരു പച്ച മനുഷ്യനില്ലേ, അവനാ. ഞെട്ടി തിരിച്ചുകൊണ്ടാണ് റെഡ് കിങ് ഈ വാർത്ത കേട്ടത്. അതിശയപ്പെട്ടുകൊണ്ട് തന്നെ റെഡ് കിങ് പറയുവാണ്, അവനോ? അവൻ ഇനിയും ചത്തില്ലേ? സാരമില്ല, അവനെ എങ്ങനെ തീർക്കണമെന്ന് ഇപ്പോൾ എനിക്കറിയാം. ഇതേ സമയം നമ്മുടെ ഹൾക്കിനും ഹൾക്കിന്റെ ടീം മെമ്പേഴ്സിനും ആ ഒരു സോൾജേഴ്സ് ചെറുതായിട്ടൊരു ട്രീറ്റ് കൊടുക്കുവാണ്. ചില്ലറ കാര്യമല്ലല്ലോ ഹൾക്ക് ചെയ്തു കൊടുത്തത്. കാരണം ഈ ഒരു വൈൽഡ് ബോട്ടിന്റെ പ്രശ്നം വർഷങ്ങളായിട്ട് ഇവിടെ നിലനിൽക്കുന്നതാണ്. എൻ്റെ ആ ഭാഗത്തുള്ള ആ ഒരു പ്രദേശത്തുള്ള ആൾക്കാർക്ക് മൊത്തം ഈ ഒരു കാരണം കൊണ്ട് തന്നെ റെഡ് കിങ്ങിനോട് വെറുപ്പായിരുന്നു. എൻ്റെ ആ ഒരു പ്രശ്നം തന്നെ ഇപ്പോൾ ഇല്ലാതാക്കിയത് കൊണ്ട് ആ പ്രദേശത്തുള്ളവരും ഹാപ്പി എന്ന് മാത്രമല്ല, ആ സ്ഥലത്തുള്ളവരുടെ ഇടയിലേക്കെല്ലാം ഹൾക്കിന്റെ പേരും പതിയെ അങ്ങ് ഇറങ്ങി തുടങ്ങി. എല്ലാവരും ഹൾക്കിനെ പതിയെ ഇഷ്ടപ്പെട്ടു തുടങ്ങി. അങ്ങനെ ഇപ്പോൾ എല്ലാവരും സൊറ പറഞ്ഞ് ഹാപ്പി ആയിട്ട് ഇപ്പോൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവിടെ വലിയൊരു ശബ്ദം ഉണ്ടാവുകയാണ്. എല്ലാവരും തിരിഞ്ഞു നോക്കി എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് നോക്കുമ്പോൾ അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു മുറിയുടെ ഒരു വശം പൊളിച്ചുകൊണ്ട് അവിടേക്ക് ഞാൻ ആദ്യമേ പറഞ്ഞ ഒരു റിവോൾട്ടേഴ്സ് ഗ്യാങ് ഉണ്ടല്ലോ, ആ ഒരു പ്രൊഫസറിൽ വിശ്വസിക്കുന്ന ആൾക്കാരുടെ ഒരു ഗ്യാങ്, അവരിപ്പോൾ അങ്ങോട്ട് വരികയാണ്. അവരിപ്പോൾ ഹൾക്കിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് വന്നിട്ടുള്ളത്. അവരുടെ നേതാവായിട്ടുള്ള വ്യക്തി മുമ്പോട്ട് കടന്നു വന്നിട്ട് ഹൾക്കിനെ നോക്കിക്കൊണ്ട് പറയുവാണ്, തലവ തീരെ സമയമില്ല, ഞങ്ങളുടെ കൂടെ വരൂ. റെഡ് കിങ്ങിന്റെ ഭരണത്തിൽ നിന്നും സക്കാറിനെ രക്ഷിക്കാൻ പ്രവചനങ്ങളെ പൂർത്തിയാക്കാൻ വന്നിരിക്കുന്ന സക്കാറിന്റെ പുത്രനാണ് നിങ്ങൾ. പെട്ടെന്ന് ദയവായി ഞങ്ങളുടെ കൂടെ വരൂ. ഇത് കേട്ടതും ഹൾക്കിന്റെ ടീം മെമ്പേഴ്സിലുള്ള യെല്ലോയ്ക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നുള്ളൊരു മൈൻഡിലാണ് പുള്ളിക്കാരി നിൽക്കുന്നത്. സോ പുള്ളിക്കാരി വേഗം കെട്ടും പടക്കമൊക്കെ എടുത്ത് അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് നോക്കുമ്പോൾ നമ്മുടെ ഹൾക്ക് അവിടെ നിന്ന് അനങ്ങുന്നേ ഇല്ല. ഈ ഹൾക്ക്, നീ എന്താണ് ഈ ചെയ്യുന്നത്? സമയമില്ല, അവരുടെ ഗാർഡ്സ് വരുന്നതിന് മുമ്പ് നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടാം. ഇവിടെ നിന്ന് രക്ഷപ്പെടാനല്ലേ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് ഈ അവസരം ഉപയോഗിക്കാതിരിക്കുന്നത് മണ്ടത്തരമാണ്. എന്നാൽ ഹൾക്കിന് അപ്പോഴും ഒരു കുലക്കൂല. കയ്യിലുള്ള ഒരു ചിക്കൻ പീസ് കടിച്ചു പറിച്ചുകൊണ്ട് തന്നെ ഹൾക്ക് അവരോടായിട്ട് പറയുവാണ്, എനിക്ക് നിങ്ങളെ പെട്ടെന്ന് മനസ്സിലാവും. ഞാൻ വന്ന സ്ഥലമായ ഭൂമിയിലും നിങ്ങളെപ്പോലെ ഒരുപാട് പേരുണ്ടായിരുന്നു. അവർക്ക് ആവശ്യമുള്ളപ്പോൾ അവർ ഞങ്ങളെ ഉപയോഗിക്കും. അതിനുശേഷം ഞങ്ങൾ വെറും മോൺസ്റ്റേഴ്സ് ആണെന്ന് പറഞ്ഞ് ഞങ്ങളെ ഒതുക്കി നിർത്തും. നിങ്ങൾക്കിപ്പോൾ എന്നെ ആവശ്യമുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എൻ്റെ അടുത്ത് വന്നു. നിങ്ങളുടെ ആ ഒരു ആവശ്യത്തിന് ശേഷം നിങ്ങളും അവരെ പോലെ എന്നെ ഒരു മോൺസ്റ്ററാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തും. അതുകൊണ്ട് ഇപ്രാവശ്യം ഞാനൊരു മോൺസ്റ്ററായി തന്നെ ഇരുന്നോളാം. ഇതൊക്കെ കേട്ടുകൊണ്ട് ആ ഒരു റിവോൾട്ടേഴ്സും എന്ത് ചെയ്യണമെന്ന് അറിയാതെ പകച്ചു നിൽക്കുന്ന സമയത്ത് അവിടേക്ക് റെഡ് കിങ്ങിന്റെ ഗാർഡ്സ് കടന്നു വന്നുകൊണ്ട് എല്ലാവരെയും അറസ്റ്റ് ചെയ്യുവാണ്. എന്നാൽ അവർ യെല്ലോയും അറസ്റ്റ് ചെയ്യുന്നത് കണ്ടിട്ട് ഹൾക്ക് അവൾ എൻ്റെ ടീമിലുള്ളതാണ്, അവൾ അറസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ള രീതിക്ക് പറഞ്ഞു നോക്കിയെങ്കിലും യെല്ലോ ഇപ്പോൾ കുറച്ച് കലിപ്പിലാണ്. ഇല്ല ഹൾക്ക്, ഇനി നമ്മളൊരു ടീമല്ല, എന്നെയും അറസ്റ്റ് ചെയ്തേക്ക്. അങ്ങനെ ആ ഒരു ഗാർഡ്സ് അവിടെയുള്ള റിവോൾട്ടേഴ്സിനെയും യെല്ലോയെയും ഒരുമിച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം. അങ്ങനെ പിറ്റേ ദിവസം ആവുന്നു. ഹൾക്കിനും ഹൾക്കിന്റെ ടീമിന് മുമ്പിൽ വലിയൊരു ഗ്ലാഡിയേറ്റർ ഫൈറ്റ് തന്നെ തുറന്നു കിട്ടിയിരിക്കുവാണ്. വലിയൊരു ജനക്കൂട്ടത്തിന് മുമ്പിൽ ഹൾക്ക് ഇപ്പോൾ വീണ്ടും ഫൈറ്റ് ചെയ്യാനായിട്ട് വന്നിരിക്കുകയാണ്. എന്നാൽ ഇക്കുറി ജനക്കൂട്ടം മുഴുവൻ ഹൾക്കിന് സപ്പോർട്ടാണ്. കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ ഹൾക്കിന്റെ ആ ഒരു പ്രവർത്തികൾ പതിയെ പതിയെ ജനങ്ങളുടെ ഇടയിലോട്ട് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ആ ഒരു വൈൽഡ് ബോട്ടിന്റെ കേസിലായാലും ഹൾക്കിന് നല്ലൊരു ജനപ്രീതി കിട്ടിയിട്ടുണ്ട്. ഹൾക്കും ഈ ഒരു കാര്യം നൈസായിട്ട് അങ്ങ് രസിച്ചു വരുവാണെന്ന് പറയാനായിട്ട് പറ്റും. കാരണം ഭൂമിയിൽ ഹൾക്ക് ഫൈറ്റ് ചെയ്യുമ്പോൾ അവിടെയുള്ള ആൾക്കാരെല്ലാം ഹൾക്കിനെ ഒരു മോൺസ്റ്ററിനെ പോലെ ഇങ്ങ് പേടിച്ചാണ് നോക്കിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇവിടെ അതേ പ്രവൃത്തി ഹൾക്ക് ചെയ്യുമ്പോൾ എല്ലാവരും ഹൾക്കിനെ ഭയങ്കരമായിട്ട് കൊണ്ടാടിക്കൊണ്ടിരിക്കുകയാണ്. സോ ഈ ഒരു സെറ്റപ്പ് പുള്ളി സുഖിച്ചങ്ങ് വരുവാണ്. ഹി കൈൻഡ്സ് ഓഫ് ലൈക്ക് ഇറ്റ് എന്ന് പറയാൻ പറ്റും. സക്കാറിനെ അങ്ങ് ഇഷ്ടപ്പെട്ടു വരുവാണ് ഹൾക്ക്. അങ്ങനെ അവിടെ വലിയൊരു കാഹളം മുഴങ്ങി ഫൈറ്റ് തുടങ്ങുന്നതിന്റെ സിഗ്നൽ കൊടുക്കുവാണ്. ഹൾക്കും ഹൾക്കിന്റെ ടീം മെമ്പേഴ്സും ആരാണ് തങ്ങൾക്കെതിരെ വരാൻ പോകുന്നതെന്ന് ഇങ്ങനെ അതിശയിച്ച് നോക്കിക്കൊണ്ടിരിക്കുവാണ്. അങ്ങനെ കൺഫ്യൂഷൻ അടിച്ച് ചുറ്റും നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആകാശത്ത് വലിയൊരു സ്പേസ് ഷിപ്പ് തന്നെ പ്രത്യക്ഷപ്പെടുകയാണ്. ആ ഒരു സ്പേസ് ഷിപ്പ് വന്നു എന്ന് മാത്രമല്ല, അതിൽ നിന്ന് വലിയൊരു ബോംബ് ഈ ഒരു ഹൾക്കിന്റെ ടീമിന്റെ നേരെ ഇജക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുവാണ്. ഇത് കണ്ട ഹൾക്ക് എന്താണ് ചെയ്യുക എന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ, ഒറ്റ ബുദ്ധിയാണല്ലോ. ആ ഒരു ബോംബ് ഇജക്ട് ആയ അതേ സമയത്ത് തന്നെ ആ ഒരു ബോംബിന് നേരെ ഹൾക്ക് അങ്ങോട്ട് ചാടി കൊടുക്കുവാണ്. അങ്ങനെ ആ ഒരു ബോംബും ഹൾക്കും എയറി വെച്ച് തന്നെ ക്ലാഷ് ആവുന്നു. വലിയൊരു ബ്ലാസ്റ്റ് തന്നെ ഉണ്ടാവുന്നു. ആർക്കും ഒന്നും കൃത്യമായിട്ട് കാണാൻ പോലും പറ്റുന്നില്ല. ഭയങ്കരമായ ഒരു വെളിച്ചം. ആൻഡ് ആ ഒരു വെളിച്ചം മങ്ങിക്കഴിയുമ്പോൾ അവിടെ ഹൾക്കിനെ കാണാനുണ്ടായിരുന്നില്ല. സോ ഹൾക്ക് മരിച്ചു എന്നുള്ളൊരു കാര്യം അവരെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. ആ ഒരു മൊത്തം ഗാലറിയും ആ ഒരു ഒറ്റ നിമിഷം കൊണ്ട് സൈലന്റ് ആയിപ്പോയി. ഇപ്പൊ ആ ഒരു സ്പേസ് ഷിപ്പിന്റെ ഉള്ളിൽ നിന്ന് ഒരുപാട് റോബോട്ടുകൾ, ഐ മീൻ ഡെഡ് ബോട്ട്സ് എന്ന് വിളിക്കുന്ന
ഉപയോഗിക്കുന്ന ആളെക്കൊല്ലി റോബോട്ടുകൾ പുറത്തോട്ട് വരികയാണ്. ആൻഡ് അവർ ഇപ്പോൾ ഒരു ഗ്ലാഡിയേറ്റർ ടീമുമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഹൾക്ക് പോയതോടുകൂടെ ആ ടീമും പാതി ചത്തു എന്ന് തന്നെ പറയേണ്ടി വരും. ആർക്കും മരിക്ക് ഫൈറ്റ് ചെയ്യാനും പറ്റുന്നില്ല. മീക്കായാലും കോർഗായാലും എല്ലാവരും കണക്കിനടി വാങ്ങുകയാണ് ആ ഒരു ഡെഡ് ബോട്ടുകളുടെ കയ്യിൽ നിന്ന്. എന്നാൽ അങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് ആ ഡെഡ് ബോട്ടുകൾ ഫൈറ്റ് ചെയ്യുന്നത് നിർത്തി എല്ലാവരും തിരിഞ്ഞു നിൽക്കുവാണ്. ആ ഡെഡ് ബോട്ടുകളുടെ മുമ്പിലായിട്ട് രൂപപ്പെട്ട വലിയൊരു പുകപടലം ഉണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ നിന്ന് പതിയെ ഒരു നിഴല് വരുന്നതായിട്ട് കാണിക്കുന്നു. ആൻഡ് ആ നിഴലിലോട്ട് എയിം ചെയ്തുകൊണ്ട് ആ ഒരു ഡെഡ് ബോട്ട്സും പറയുവാണ് എനിമി ടാർഗറ്റഡ്, എനിമി ടാർഗറ്റഡ്. എല്ലാവർക്കും ഇപ്പോഴേ കത്തിക്കാണും. ആ ഒരു പുകപടലത്തിനുള്ളിൽ നിന്ന് ഹൾക്ക് പുറത്തോട്ട് വരുവാണ്. ഹൾക്ക് ആ ഡെഡ് ബോട്ട്സിനെ നോക്കിക്കൊണ്ട് കട്ട കലിപ്പിൽ പറയുവാണ് എനിമി ഈസ് ആംഗ്രി. പിന്നെ പ്രത്യേകം പറയണ്ടല്ലോ, തൃശ്ശൂർ പൂരത്തിന് അമിട്ട് കൂട്ടിയിട്ട് പൊട്ടിച്ച് കൂട്ടുക ആ ഒരു മൊത്തം ഡെഡ് ബോട്ട്സിനെ അടിച്ച് തൂഫാനാക്കിക്കൊണ്ടിരിക്കുകയാണ് ഹൾക്ക്. ഹൾക്ക് വന്നതോടുകൂടി ആ ഒരു ടീമിനും പവർ കയറി എല്ലാവരും കൂടെ ഡെഡ് ബോട്ട്സിനെ അടിച്ചോടിക്കുവാണ്. ഗാലറി മൊത്തം ഹൾക്കിന്റെ പേര് പറഞ്ഞ് ആർപ്പ് വിളിക്കുവാണ്. അങ്ങനെ ഹൾക്കും ഹൾക്കിന്റെ ടീമും ആ ഒരു ഫൈറ്റ് ജയിക്കുവാണ്. ഇതേ സമയം അങ്ങ് റെഡ് കിങ്ങിന്റെ സ്ഥലത്തേക്ക് ആ ല്യൂട്ടനന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടർ റെഡ് കിങ്ങിന്റെ അടുത്തോട്ട് ഈ കാര്യം അവതരിപ്പിക്കാനായിട്ട് വരികയാണ്. അവൻ അങ്ങയുടെ ദേഹത്ത് കൈവച്ചു, വൈൽഡ് ബോട്ട്സിനെ ഇല്ലാതാക്കി. ഡെഡ് ബോട്ട്സിന് അവനൊന്നും തൊടാൻ പോലും കഴിഞ്ഞില്ല. ജനങ്ങളുടെ ഇടയിൽ അവൻ്റെ പേര് പറഞ്ഞാഘോഷിക്കുവാണ്. ഈ കഥയ്ക്കൊരു അവസാനമില്ലേ? അതിന് റെഡ് കിങ്ങും ല്യൂട്ടനന്റിന് നേരെ തിരിഞ്ഞുകൊണ്ട് പറയുവാണ്, അവൻ്റെ കഥ ഈ സക്കാറിൻ്റെ മണ്ണിൽ ആരംഭിക്കാൻ പോലും പാടില്ലായിരുന്നു. പക്ഷേ ഇത് ആരംഭിച്ചു. സാരമില്ല, അതെങ്ങനെ അവസാനിപ്പിക്കണമെന്ന് എനിക്കറിയാം. നാളത്തെ ഗ്ലാഡിയേറ്റർ ഫൈറ്റ് അതവൻ്റെ അവസാനത്തെ പോരാട്ടമായിരിക്കും. അവനെ സ്നേഹിക്കുന്ന, അവനെ ആരാധിക്കുന്ന ജനങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ അവൻ്റെ തലയറുക്കാൻ പാകത്തിന് ഒരുത്തനെ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അവനെ കൊല്ലും. ഇത് കേട്ടൊന്നും മനസ്സിലാക്കാത്ത ല്യൂട്ടനന്റ് കൗതുകത്തോടെ തന്നെ റെഡ് കിങ്ങിനോടായിട്ട് ചോദിക്കുന്നു, ഷയർ അങ്ങ് ആരെയാണ് ഉദ്ദേശിക്കുന്നത്? നാളത്തെ ഫൈറ്റിൽ അങ്ങ് ആരെയാണ് അവനെതിരെ ഇറക്കാൻ പോകുന്നത്? അതിനുത്തരമായി റെഡ് കിങ് തൻ്റെ മുമ്പിലിരിക്കുന്ന വലിയൊരു ഇരുമ്പ് പെട്ടിയിലേക്ക് നോക്കിക്കൊണ്ട് ല്യൂട്ടനന്റിനോടായി പറഞ്ഞു, നാളെ അവൻ നേരിടാൻ പോകുന്നത് സർഫർ, സിൽവർ സർഫർ.